നമസ്കാരം. ഉടായ്പ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന വനിതകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായി. ഞങ്ങളുടെ ഒരു ലേഖകൻ തിരുവനന്തപുരത്ത് നിന്നും. തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന വനിതകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായി. തങ്ങൾക്ക് വിവസ്ത്രരായി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെട്ടുള്ള മാർച്ചാണ് അക്രമാസക്തമായത്. മാർച്ചിനെ തടയാനെത്തിയ പോലീസുകാർ ന്യൂനത രീതിയിലുള്ള ലാത്തിപ്രയോഗം നടത്തിയതാണ് മാർച്ച് അക്രമാസക്തമാകാൻ കാരണമെന്ന് വനിതാ ചെയർപേഴ്സൺ മിസ്സിസ് കൂതി പൊന്നമ്മ ചെട്ടിയാർ അവകാശപ്പെടുന്നു. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ലെന്നും ഞങ്ങളുടെ വരാനിരിക്കുന്ന മാർച്ചും ഇതുപോലെയാണെങ്കിൽ അടുത്തത് ഏപ്രിൽ നടത്തുമെന്നാണ് മിസ്സിസ് കൂതി പൊന്നമ്മ അറിയിച്ചിട്ടുള്ളത്. ഉടായ്പ ന്യൂസിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും കുട്ടിക്കട വാസു. വാർത്തകൾ വിശദമായി. കണിയാപുരം ചോക്ലേറ്റ് കേസിന്റെ വിധി നാളെ പ്രഖ്യാപിക്കും. വരാൻ പോകുന്ന വിധിയോടനുബന്ധിച്ച് സംഭവ സ്ഥലത്ത് സംഘർഷാവസ്ഥ സാധ്യതയുള്ളതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. കണിയാപുരത്ത് നിന്ന് ഞങ്ങളുടെ ഒരു ലേഖകൻ. ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാമെന്ന വ്യാജേന +1 വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലാണ് താമരക്കുളം സ്വദേശിനിയായ ലീല വയസ്സ് 30-നെയും കൊല്ലം സ്വദേശിനിയായ തങ്കമ്മ വയസ്സ് 42-നെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും യുവാവിനെ ഇവർ രണ്ടുപേർ മാത്രമല്ല കൂടാതെ 30 സ്ത്രീകൾ കൂടി ബലാത്സംഗം ചെയ്തതായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇവർക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരുഷ വാണിഭ റാക്കറ്റ് ഉണ്ടോ എന്നും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നു. ഉടായ്പ ന്യൂസിന് വേണ്ടി കണിയാപുരത്ത് നിന്നും വാറ്റ് ശശി. ഇപ്പോൾ കിട്ടിയ വാർത്ത. പൂരന്തടത്തിൽ പി ശങ്കരൻ ചേട്ടന്റെ സമാഹാരം ഇന്നലെ പ്രകാശനം ചെയ്തു. ഒരു റിപ്പോർട്ട്. പൂരിന്തടത്തിൽ പി ശങ്കരൻ കൊച്ചേട്ടന്റെ യുവർ ആഫീസ് ബ്രോക്കൺ അല്ലെങ്കിൽ ഇളകുന്ന കുണ്ടികൾ എന്ന പുസ്തകമാണ് ഇന്നലെ പ്രകാശനം ചെയ്തത്. തിരുവനന്തപുരത്തെ ഒരു പ്രശസ്ത വെടിശാലയിൽ വെച്ചായിരുന്നു ചടങ്ങ്. ഈ പുസ്തകം വായിച്ച 2 യുവാക്കൾ ഇതിനോടകം തന്നെ 2 ബലാത്സംഗ കേസിൽ ജീവപര്യന്തം നേടിയെടുത്തു. ഈ രീതിയിലാണെങ്കിൽ വരുതലമുറയ്ക്ക് ഇതൊരു വൻ മുതൽക്കൂട്ട് തന്നെയാകും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുണ്ടിയെ സംബന്ധിച്ച ചടങ്ങായതുകൊണ്ട് പ്രശസ്ത ചലച്ചിത്ര താരം പി സോമൻ അധ്യക്ഷത വഹിച്ചു. വെടിശാലയ്ക്ക് പിന്നിൽ നിന്നും ഉടായ്പ ന്യൂസിന് വേണ്ടി ബസ് സ്റ്റാൻഡ് തങ്കമണിക്കൊപ്പം അനിൽകുമാർ, ഇടുക്കി. കൂതിയുടെയും ഗോത്തിന്റെയും വികാസത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ച യുവാവ് ഗിന്നസ് ബുക്കിലേക്ക്. കൂടുതൽ റിപ്പോർട്ടുമായി ഞങ്ങളുടെ ഒരു ലേഖകൻ. കൂതിയുടെയും ഗോത്തിന്റെയും വികാസത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ച തൃശൂർ സ്വദേശിയായ കുന്നംപറമ്പിൽ ശ്രീ കുണ്ണക്കിട്ടുവാണ് ഗിന്നസ് ബുക്കിലേക്ക് അർഹനായത്. കാട്ടുചോദനവും പാണ്ഡ്യമുളകും കൂട്ടിയരച്ചാണ് ഈ ദിവ്യൌഷധം കണ്ടുപിടിച്ചതെന്ന് ഇയാൾ അവകാശപ്പെടുന്നു. ഗിന്നസ് ബുക്കിലേക്ക് കയറാനുള്ള കുണ്ണയിൽ തീർത്ത ഏണി വൈകാതെ തന്നെ ശ്രീ കുണ്ണക്കിട്ടുവിന്റെ വായിലെത്തിക്കുമെന്ന് ലൈംഗിക വകുപ്പ് മന്ത്രി ശ്രീ പൂറ്റിലടി വീരൻ ആഹ്വാനം ചെയ്തു. ഉടായ്പ ന്യൂസ് ബ്യൂറോ, തൃശൂർ. സിനിമാ വാർത്തകൾ. പ്രശസ്ത സിനിമാ താരം പത്മശ്രീ ഫാരസ് സന്തോഷ് പണ്ഡിതിന്റെ കൃഷ്ണൻ രാധയും ഇന്ന് റിലീസ് ചെയ്തു. റിലീസിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ നാളെ ഹർത്താൽ. ഒരു റിപ്പോർട്ട്. പ്രശസ്ത സിനിമാ താരം പത്മശ്രീ ഫാരസ് സന്തോഷ് പണ്ഡിതിന്റെ കൃഷ്ണൻ രാധയും എന്ന സിനിമ റിലീസ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ചില സാമൂഹിക സംഘടനകൾ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇന്നലെ സെക്കൻഡ് ഷോ കാണാൻ എത്തിയ 60-ൽ പരം വരുന്ന സിനിമാ പ്രേമികളെയാണ് തെന്നി വീണ നിലയിൽ ഗുരുതരമായ പരിക്കോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തെന്നലിന് കാരണം തിയേറ്ററിനുള്ളിൽ പലയിടങ്ങളിൽ കണ്ട ശുക്ലമാണ് കാരണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നു. കൊച്ചി, എറണാകുളം ഭാഗത്ത് തിയേറ്ററുകൾ കത്തുകയും കോട്ടയം, തിരുവനന്തപുരം പ്രദേശങ്ങളിലായി നിക്കർ ഊരിയുമാണ് സമരക്കാർ തിയേറ്ററിലേക്ക് വിരച്ചു കയറിയത്. 13 ഭാഷകളിലായി റിലീസ് ചെയ്ത ഈ ചിത്രം സ്റ്റേ ചെയ്തില്ലെങ്കിൽ കേരളത്തിൽ ഒട്ടാകെ കൂട്ട വാണമടി തന്നെ നടത്തുമെന്ന് സമരമുന്നണി പ്രവർത്തകർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ ചിത്രത്തിന്റെ ഉപജ്ഞാതാവായ സന്തോഷ് പണ്ഡിതിനെ പോലീസ് തിരയുന്നു. കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അടുത്തുള്ള മെന്റൽ ഹോസ്പിറ്റലിലോ വിവരം അറിയിക്കണമെന്ന് കേരള പോലീസ് അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഉടായ്പ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ തൂറി വാസുവിനൊപ്പം കൂറ ശശി. സ്പോർട്സ് വാർത്തകൾ. പ്രശസ്ത ടെന്നീസ് താരം കൂത്തുജി സാനിയ മിർസ നാളെ കളിക്കാനില്ല. ഒരു റിപ്പോർട്ട്. പ്രശസ്ത ടെന്നീസ് താരം കൂത്തുജി സാനിയ മിർസ നാളെ കളിക്കാനില്ല. കോച്ചുമായി ദിവസവുമുള്ള 5-ലേറെ കളികളാണ് സാനിയയുടെ കൂതിയെ തളർത്തിയതെന്ന് സാനിയ പറയുന്നു. തന്റെ കൂതിക്ക് റെസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാനിയ ആൾ ഇന്ത്യ സ്പോർട്സ് കമ്മിറ്റിക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. തന്റെ കൂതിക്ക് റെസ്റ്റ് നൽകുകയാണെങ്കിൽ ഇനി വരുന്ന ഏത് കുണ്ണ വെച്ചുള്ള കളിക്കും താൻ തയ്യാറാണെന്നും അതിൽ നിന്ന് ശുക്ലം കണ്ടെത്തുമെന്നും കൂത്തുജി സാനിയ അവകാശപ്പെടുന്നു. കാലാവസ്ഥ. കാലവർഷം വീണ്ടും കുണച്ച് കേരളത്തിലെത്തി. വാണമഴ പോലെ പെയ്യുന്ന ഈ മഴ കുറഞ്ഞത് 3 മാസമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമുണ്ടെന്ന് തിരുവനന്തപുരം കൂതി നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഊരിലും കൊത്തിലും വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ ഒരു മുന്നറിയിപ്പുണ്ടാവും വരെ ആരും വെളിക്കിറങ്ങാൻ പാടില്ലെന്നും കൂതി നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റ് ഇവിടെ അവസാനിക്കുന്നു. ചന്തി, നമസ്കാരം.